So today we are going to discuss about Securities and Exchange Board of India. അപ്പോൾ സെബിയുടെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, പവേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്, വാട്ട് ഇസ് സെബി? സെബി എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്? സെബിയുടെ മുൻപ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ഒക്കെ ആരാണ് ഗവേൺ ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. The Securities and Exchange Board of India was enacted on April 12, 1992 in accordance with the provisions of Securities and Exchange Board of India Act 1992. Okay, but the enact ചെയ്തിട്ടുള്ളത് 1992 Securities and Exchange Board of India Act എന്ന് പറയുന്ന ആക്ടിലൂടെയാണ് ഇത് enact ചെയ്തിട്ടുള്ളത്. Then the preamble of SEBI ആണ് പറയുന്നത്, that is to protect the interest of investors in securities and to promote the development of and to regulate the securities market and for matters connected therewith or incidental thereto. അതായത് ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ട്രാൻസാക്ഷൻസും അതുപോലെ സെക്യൂരിറ്റി ട്രേഡിങ്ങും ഒക്കെ കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആക്കുക, ഇത്തരം കാര്യങ്ങളാണ് സെബിയുടെ ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ 12th April 1988 ആൻഡ് ഗിവൻ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഇൻ 1992 വിത്ത് സെബി ആക്ട് ബീങ് പാസ്ഡ് ബൈ ഇന്ത്യൻ പാർലമെൻറ്റ്. ഓക്കെ, അപ്പോൾ 88 ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സും കാര്യങ്ങളൊക്കെ ഈ 1992 ആക്ട് പ്രകാരമാണ് സെബിക്ക് കിട്ടിയിട്ടുള്ളത്. Then SEBI has its headquarters at the business district of Bandra Kurla complex in Mumbai. Initially, SEBI was a non-statutory body without any statutory power. ആദ്യം സ്റ്റാറ്റ്യൂട്ടറി പവർ ഇല്ലാത്തൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. പിന്നീടാണ് സെബിക്ക് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയിട്ടുള്ളത്, അതായത് 1992. Then, however, in 1995, SEBI was given additional statutory power by the Government of India through an amendment to Securities and Exchange Board of India Act 1992. പിന്നെ 1995 അഡീഷണൽ സ്റ്റാറ്റ്യൂട്ടറി പവറും അങ്ങനെ മറ്റെല്ലാ ഒരു കംപ്ലീറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് സെബി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. And in April 1988, the SEBI was constituted as the regulator of capital markets in India under a resolution of GOI. 1988 സെബിനെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെസൊല്യൂഷൻ പ്രകാരമാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ സെബി എനാക്ട് ചെയ്തിട്ടുള്ളത് 1992, ഞാൻ ബ്രീഫ് ചെയ്യാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പ്രകാരമാണ് സെബി എനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം സെബിനെ റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഒന്നും സെബിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ സെബി ആക്ട് 1992 പ്രകാരം എല്ലാ സ്റ്റാറ്റ്യൂട്ടറി പവറോട് കൂടിയിട്ട് സെബിനെ ഒരു ഒഫീഷ്യൽ ബോഡി അല്ലെങ്കിൽ ഒഫീഷ്യൽ അതോറിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. സോ ഇതാണ് സെബിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. അപ്പോൾ സെബിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി ആർ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് and to promote the development of stock exchange and to regulate the activities of stock market. ഓക്കെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റ് എന്നാണ്, നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സെബിയുടെ ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് to regulate the activities of stock exchange, ഈ പറയുന്ന പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുക, to promote the rights of investors and ensuring safety to their investment. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അവരുടെ റൈറ്റ്സ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ്റ്റി എൻഷുർ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ആയിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് സെബിയുടെ ഒരു ഒബ്ജക്റ്റീവാണ്.
ഇനി to prevent fraudulent and malpractices by having balance between self-regulation of business and its statutory regulations. അതായത് ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാൽപ്രാക്ടീസസ് ഒക്കെ ഇല്ലാതിരിക്കുക. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഇനി മാർക്കറ്റിൽ ഉണ്ടാവാൻ പോകുന്നത്, എന്ത് ചേഞ്ചസ് ആണ് വരുത്താൻ പോകുന്നത് എന്നുള്ളതൊക്കെ മറ്റുള്ള ആൾക്കാരെ അറിയുന്നതിനേക്കാൾ കുറച്ചും കൂടെ മുൻപ് അറിയാൻ പറ്റും. അപ്പൊ അത്തരം ആൾക്കാർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ആയിട്ട് എളുപ്പമാണ്. അപ്പൊ അത്തരം ഇൻസൈഡർ ട്രേഡിംഗ് ഇല്ലാതിരുത്തുക അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക, അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അത്തരം ഫ്രോഡുലന്റ് പ്രാക്ടീസസും മാൽ പ്രാക്ടീസസും ഒന്നും നമ്മൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ സെബിയുടെ വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ to regulate and develop a code of conduct for intermediaries such as brokers, underwriters, etc. അതായത് ഒരു കോഡ് ഓഫ് കണ്ടക്ട് വേണം ഈ ബ്രോക്കേഴ്സ് ഇന്റർമീഡിയറീസിന്. പല ഇന്റർമീഡിയറീസ് പല ടൈപ്പിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഗ്രീവൻസോ നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് ആരോട് ചെന്ന് പറയണം. അതായത് നമുക്ക് പറയാനൊന്നുമില്ല, ആരോട് ചെന്ന് പറയാം നമ്മൾ? കാരണം അവർക്കൊരു കോഡ് ഓഫ് കണ്ടക്റ്റോ അല്ലെങ്കിൽ നോംസോ പോളിസീസോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ എല്ലാ ഇന്റർമീഡിയറീസിനും അവരവരുടേതായിട്ടുള്ള നോംസും കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രീവൻസ് സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാനോ പറ്റില്ല. അപ്പം അത്തരം ഒരു സിറ്റുവേഷനിൽ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് എന്തെങ്കിലും ഗ്രീവൻസസോ പ്രോബ്ലംസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ആരോട് ചെന്ന് പറയാം? സെബിയോടോ മറ്റേതെങ്കിലും ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് ബോഡിയോട് നമുക്ക് പറയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് കോഡ് ഓഫ് കണ്ടക്ട് ഡെവലപ്പ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതെല്ലാം പ്രൈമോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പോയിന്റ് അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഒബ്ജക്റ്റീവ്സ് എഴുതാവുന്നതേ ഉള്ളൂ. പ്രൈമോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഇതാണെന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് സെബി ആണ് നോക്കുന്നത്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാനായിട്ട് ചില ഫങ്ഷൻസ് സെബി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെബിയുടെ ഓവറോൾ ഫങ്ഷൻസിനെ നമ്മൾ 3 സബ് ഹെഡിങ് ആയിട്ടാണ് തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, ദെൻ ഡെവലപ്മെന്റൽ ഫങ്ഷൻ, ദെൻ റെഗുലേറ്ററി ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്റ്റീവ്, ഡെവലപ്മെന്റൽ, റെഗുലേറ്ററി, ഇങ്ങനെ 3 ടൈപ്പ് ആയിട്ടാണ് സെബിയുടെ ഫങ്ഷനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ. പ്രൊട്ടക്റ്റീവ് ഫങ്ഷനിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് ചെക്സ് പ്രൈസ് റിഗിങ്. പ്രൈസ് റിഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ പ്രൈസ് റിഗിങ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. അതാണ് ആദ്യത്തെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. So ഞാൻ വായിക്കാം. Price rigging refers to manipulating the prices of securities with the main objective of inflating or depressing the market price of securities. SEBI prohibits such practice because this can defraud and cheat the investors. അതായത് ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രൈസ്, അതായത് നല്ല ഷെയർ ആണ് അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതിയിട്ടാവും ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്ററിനും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ പ്രൈസ് കുറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് സെൽ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ പ്രൈസ് കൂടാം, അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയറിന്റെ പ്രൈസ് കൂടാം, അപ്പോൾ ഇപ്പോൾ അത് ബൈ ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഒരു എക്സ്പെക്ടേഷനും ഒരു പ്ലാനിങ്ങോടൊക്കെ കൂടിയിട്ടായിരിക്കും ഇൻവെസ്റ്റേഴ്സ് സാധാരണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ടാവുക. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ടൈമിൽ പ്രൈസ് വെറുതെ, അതായത് സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് പ്രൈസ് വെറുതെ ഒരു ആവശ്യമില്ലാതെ ഇൻഫ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ് ചെയ്യുകയോ ചെയ്താൽ അത് ഇത്തരം ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ ബാധിക്കും, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പൊ അത്തരം ഒരു കാര്യം, അങ്ങനെ ഒരു ഫ്രോഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാൽ പ്രാക്ടീസോ ഇല്ലാതിരിക്കാനാണ് ഈ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ സെബി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പ്രൈസസ്, അതായത് സെക്യൂരിറ്റീസിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈസ് റിഗിങ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രൈസ് റിഗിങ് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ഓഫ് സെബി. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസൈഡർ ട്രേഡിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനിയുടെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്
കുറച്ചും കൂടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് അവർക്ക് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് കമ്പനിയുടെ നോംസോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ്സോ ഒക്കെ പെട്ടെന്ന് അറിയുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കയ്യിൽ വെക്കുന്ന ആൾക്കാരാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ട്രേഡിംഗ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഇൻഫർമേഷൻ അല്ല അവർക്ക് കിട്ടുന്നത്, അവർക്ക് കുറച്ചും കൂടെ സെൻസിറ്റീവ് പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് അവർ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ് അവരുണ്ടാക്കുന്ന ആ ഒരു സംഗതി അത് വേണ്ടാന്ന് വെക്കുന്ന അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത് പറയുമ്പോൾ ഞാനൊരു തിയറി പറയുകയാണ്. അതായത് മാർക്കറ്റ് എഫിഷ്യൻസി തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് എഫിഷ്യൻസി തിയറി അല്ലെങ്കിൽ മാർക്കറ്റ് എഫിഷ്യൻസി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ആ ഒരു തിയറിയിൽ പറയുന്ന ഏറ്റവും ക്രക്സ് എന്ന് പറയുന്നത് ഇതാണ്: മാർക്കറ്റ് ഇസ് എഫിഷ്യൻറ്റ്, ദാറ്റ് ഇസ് ദ ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ ടു ഓൾ. Nobody can make extraordinary profit or nobody has to suffer extraordinary loss because the information is available to all in all means. Okay, അതാണ് മാർക്കറ്റ് എഫിഷ്യൻസി തിയറി. അതായത് എല്ലാവർക്കും അറിയുന്ന ഇൻഫർമേഷൻ ആണ് എല്ലാവർക്കും അറിയുള്ളൂ, ഒരാൾക്കും കൂടുതലോ കുറവോ അറിയില്ല. മാർക്കറ്റ് വളരെ എഫിഷ്യൻ്റ് ആണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, എല്ലാവർക്കും ഒരേ രീതിയിലാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റും ആർക്കും ഏൺ ചെയ്യാൻ പറ്റില്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ലോസ് ആരും സഫർ ചെയ്യേണ്ടിയും വരില്ല. ഇതാണ് മാർക്കറ്റ് എഫിഷ്യൻസി തിയറി. അപ്പോൾ ആ മാർക്കറ്റ് എഫിഷ്യൻസി തിയറി കുറച്ചും കൂടെ എന്താ പറയുക, ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻസൈഡർ ട്രേഡിങ്ങിന്റെ ബാക്കപ്പിൽ നമുക്ക് പറയാൻ പറ്റുക. സോ ഇൻസൈഡർ ട്രേഡിംഗ് ഇല്ലാതാക്കുക, എല്ലാവർക്കും ഇൻഫർമേഷൻസ് ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെയാണ് രണ്ടാമതൊരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് തേർഡ് വൺ ഇസ് സെബി പ്രൊഹിബിറ്റ്സ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഫ്രോഡുലന്റ് ആയിട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് വേണ്ടാന്ന് വെക്കും. And SEBI undertakes steps to educate investors so that they are able to evaluate the securities of various companies and select the most profitable securities. അതായത് SEBI കുറച്ചും കൂടെ ട്രൈ ചെയ്യാണ്, ആൾക്കാരെ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെയാണ് സെക്യൂരിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഫണ്ടമെന്റൽ അനാലിസിസ് ആണോ നടത്തേണ്ടത്, അതോ ടെക്നിക്കൽ അനാലിസിസ് ആണോ നടത്തേണ്ടത്, അതോ ചില കേസിൽ ഫണ്ടമെന്റൽ, ചില കേസസിൽ ടെക്നിക്കൽ, അല്ലെങ്കിൽ രണ്ടും കൂടെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഏതാണ്? അങ്ങനെ എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി ഇവാലുവേറ്റ് ചെയ്യുക, എങ്ങനെയാണ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ സെബി അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സെബി പ്രൊമോട്ട്സ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ് ബൈ ടേക്കിംഗ് ഫോളോയിങ് സ്റ്റെപ്സ്. എങ്ങനെയാണ്? അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്, അതായത് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്, ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചില ഗൈഡ് ലൈൻസ്, റൈറ്റ് ഇഷ്യൂ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗൈഡ് ലൈൻസ്, അങ്ങനെ. അതുപോലെ പ്രൈമറി മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്, സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ എങ്ങനെയാണ് ഗൈഡ് ലൈൻസ് വരിക, ഒരു ഫ്രഷ് ഇഷ്യൂ, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ കൂടിയും അത് ഫ്രഷ് ആയിട്ട് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഫ്രഷ് ഇഷ്യൂയുടെ നേരത്തെ എങ്ങനെയാണ് ഗൈഡ് ലൈൻസ്. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്, ഒരു ന്യൂ കമ്പനി ന്യൂലി നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യാണ്, അങ്ങനെയുള്ള ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിലും കോറിലേറ്റിംഗ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസസും പരമാവധി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ് സെബി മെയിൻ ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസിനോട് അഡ്ഹർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഫുൾഫിൽ ചെയ്യുന്ന കമ്പനീസിന് മാത്രമേ ലിസ്റ്റിംഗ് നോംസ് ഒക്കെ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അത്തരം കമ്പനീസിന് മാത്രമേ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോംസ് എല്ലാം നമ്മൾ അഡ്ഹർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫെയർ പ്രാക്ടീസസ് കൊണ്ടുവരാനായിട്ടുള്ള പരമാവധി കാര്യങ്ങൾ സെബി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് സെബിയുടെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. സോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൽ നിന്ന് മനസ്സിലാക്കാം ഓവറോൾ ഡെവലപ്മെന്റിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. സെമി പ്രൊമോട്ട്സ് ട്രെയിനിങ് ഓഫ് ഇന്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്, അതായത് ഇന്റർമീഡിയറീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SEBI tries to promote activities of stock exchange by adopting flexible and adaptable approach in the following ways. അതായത് SEBI has permitted internet trading through registered stock brokers. Internet trading പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അണ്ടർ റൈറ്റിംഗ് ഓപ്ഷണൽ ആക്കിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ വളരെയധികം കുറയ്ക്കാനായിട്ട് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഓപ്ഷണൽ, വേണമെങ്കിൽ മതി എന്നുള്ള പോലെ. പണ്ട് മാൻഡേറ്ററി ആയിരുന്നു, ഇപ്പോൾ അത് ഓപ്ഷണൽ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇസ് പെർമിറ്റഡ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് IPO ഇനീഷ്യൽ പബ്ലിക് ഓഫർ പോലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ കൊടുക്കാം. ഇനി അവിടെ ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ആക്കാം എന്നുള്ളതും കൂടെ സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡെവലപ്മെന്റൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി സാധാരണ നമുക്ക് പറയാൻ പറ്റുന്ന ഡെവലപ്മെന്റൽ ഫങ്ഷൻസ് തന്നെയാണ്. ഇനി റെഗുലേറ്ററി ഫങ്ഷൻസ്. റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഈ സെക്കൻഡറി മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉള്ള എല്ലാത്തിനെയും റെഗുലേറ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു A to Z റെഗുലേഷൻ ആണ് സെബി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് എല്ലാവരും മറ്റേ ഇന്റർമീഡിയറീസിന്, ഇൻവെസ്റ്റേഴ്സിന്, അതോറിറ്റീസിന് എല്ലാവരും നോക്കാം. SEBI has framed rules and regulations and code of conduct to regulate the intermediaries such as merchant bankers, brokers, underwriters, etc. These intermediaries have been brought under the regulatory purview and private placement has been made more restrictive. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കമ്പനീനെ അറിയാവുന്ന ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എന്ന് പറയുന്ന കുറച്ചുകൂടെ പ്രൈവറ്റ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഷെയർ കൊടുക്കുന്ന ആ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന്റെ ഒരു മെത്തേഡായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറയുന്നില്ല. സോ പ്രൈവറ്റ് പ്ലേസ്മെന്റ് കുറച്ചും കൂടെ റെസ്ട്രിക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്റർമീഡിയറീസിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ സെബിയുടെ റെഗുലേറ്ററി പെർവ്യൂവിന്റെ കീഴിലേക്ക് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരെല്ലാവരെയും റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ സെബി രജിസ്റ്റേഴ്സ് ആൻഡ് റെഗുലേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, sub brokers, share transfer agents, trustees, merchant bankers and all those who are associated with stock exchange in any manner. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് തരത്തിലായാലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരെയും റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അപ്പോൾ അതൊരു റെഗുലേറ്ററി ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെബി കണ്ടക്ട്സ് ഇൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഡിറ്റും കൂടെ, അതായത് നമുക്കറിയാം അവരുടെ ഫൈനാൻഷ്യൽ ഡേറ്റ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ എന്തെങ്കിലും മാൽ പ്രാക്ടീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്ലോസ് ഇല്ലായ്മ ചെയ്യുകയോ അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കാനായിട്ട് എന്തെങ്കിലും, ടാക്സ് ഇവേഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഫ്രോഡലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിങ് കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള ഓഡിറ്റും കാര്യങ്ങളും, ഓഡിറ്റിങ്ങും അതുപോലെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് റെഗുലേറ്ററി ഫംഗ്ഷനും കൂടെ സെബി ചെയ്യുന്നുണ്ട്. അപ്പോൾ സെബിയുടെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇത്ര നേരം പറയുന്നുണ്ടായിരുന്നത്. സെബിയുടെ ഫംഗ്ഷന് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, ദെൻ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ ആൻഡ് റെഗുലേറ്ററി ഫംഗ്ഷൻ. ഓക്കെ, സോ ഇവിടെ വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് പറയുന്നത് പവേഴ്സ് ഓഫ് സെബി. സെബിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോ സെബിക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലാണെങ്കിലും ഒരുപാട് പവേഴ്സ് കാണാം. അപ്പോൾ അത് മുഴുവൻ ഞാനിതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാനിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ് ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവർക്ക് എപ്പോഴാണോ സെബിക്ക് തോന്നുന്നത് ആ നേരത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫൈനാൻഷ്യൽ ഡേറ്റ ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയാം. പീരിയോഡിക്കൽ റിട്ടേൺസിന് കോൾ ഫോർ ചെയ്യാം. കോൾ എനി എക്സ്പ്ലനേഷൻ ഓർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി അഫയേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ മെമ്പേഴ്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ഫ്രം മെമ്പേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻസോ എക്സ്പ്ലനേഷൻസോ എന്തെങ്കിലും ഫെർദർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ഈ അഫയേഴ്സിനെയോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെയോ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഫെർദർ ഇൻഫർമേഷൻസോ എക്സ്പ്ലനേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അധികാരം സെബിക്കുണ്ട്. To compel public companies to list their securities.
പബ്ലിക് കമ്പനീസിന്റെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യാം. To give directions to stock exchanges, general or stock exchange in particular, in general or to stock exchange in particular, to make rules and to amend rules. അതായത് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കൂടി ജനറൽ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനായിട്ടോ അവർക്ക് എന്തെങ്കിലും അവരുടെ റൂൾസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ള റൂൾസ് എമെൻഡ് ചെയ്യാനോ ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കാനായിട്ടുള്ള പവറും സെബിക്കുണ്ട്. Supersede the governing body of stock exchange, to suspend the business of recognized stock exchange, prohibit contract in certain areas. Certain areas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന്റെ ഒരു പെർവ്യൂവിൽ വരാതെ നിൽക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അത്തരം ഏരിയാസിലുള്ള കോൺട്രാക്ട് പ്രൊഹിബിറ്റ് ചെയ്യാം. Then power to grant registration to intermediaries. ഇന്റർമീഡിയറീസിന് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള പവർ. അപ്പോൾ ഇത്രയും പവേഴ്സ് ആണ് സെബിക്കുള്ളത്. ഇത്രയും പവേഴ്സ് അല്ല, ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന പവേഴ്സ്. ഇനിയും ഒരുപാട് പവേഴ്സ് സെബിക്കുണ്ട്. ആൻഡ് ഇറ്റ്സ് അവൈലബിൾ ഇൻ യുവർ ടെക്സ്റ്റ്. അപ്പോൾ വായിച്ച് നോക്കുക. ഏകദേശം ഇത്രയുമാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. ആൻഡ് സോ ടെക്സ്റ്റിലായാലും ഇവിടെ ആയാലും ഇത് പോയിന്റ് വൈസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇനി ഗൈഡ് ലൈൻസ്, സെബിയുടെ ഓരോ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രഷ് ഷെയർ ഇഷ്യൂ ഓഫ് ഫ്രഷ് ഇഷ്യൂന്റെ നേരത്തുള്ള സെബി ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർ ക്യാപിറ്റൽ. ഒന്നാമത്തെന്ന് പറയുന്നത് ഓൾ ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ടു സെബി ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. സെബി പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഷുഡ് ബി അക്കംപനൈഡ് ബൈ ട്രൂ കോപ്പീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസ്. ഇൻഡസ്ട്രിയൽ ലൈസൻസും ഒപ്പം വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് ഷുഡ് ബി ഫർണിഷ്ഡ് വിത്ത് സ്കീം ഓഫ് ഫിനാൻസ്. അതായത് നമ്മളിപ്പോൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്, നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്, അത് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സാധാരണയായിട്ട് എല്ലാ കമ്പനീസും ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്രോജക്റ്റിന്റെ കോസ്റ്റ് അത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടാവണം. സ്കീം ഓഫ് ഫിനാൻസ്, സ്കീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അത് അതിന്റെ ഫണ്ടിങ്ങും റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അവിടെ ഫർണിഷ് ചെയ്തിട്ടുണ്ടാവണം. Then company should have the shares issued to public and listed in one or more recognized stock exchange. ഇഷ്യൂ ചെയ്യാനുള്ള ഷെയർസ് കമ്പനിക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ അത് ഒന്നോ അതിലധികമോ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി കൂടി ആയിരിക്കണം. ഇനി where the issue of equity share capital involves offer for subscription by the public for the first time, the value of equity capital, subscribed capital privately held by promoters and their friends shall not be less than 15% of the total issued share capital. അതായത് ഫസ്റ്റ് ടൈം ആണ് ഇഷ്യൂ ചെയ്യുന്നത്, പബ്ലിക്കിന് ഫസ്റ്റ് ടൈം ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് 15% കുറയാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ ഇക്വിറ്റി പ്രിഫറൻസ് റേഷ്യോ ഇസ് 3:1 is allowed. അതായത് 3 ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ ഒരു പ്രിഫറൻസ് ഷെയർ ആവാം. അതായത് നമുക്ക് അറിയാം ക്യാപിറ്റൽ, നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും, ഡിബഞ്ചേഴ്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇക്വിറ്റി പ്രിഫറൻസ് റേഷ്യോ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി പ്രിഫറൻസ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കണം. വിച്ച് മീൻസ് 3 ഇക്വിറ്റി ഷെയർ ഉണ്ടെങ്കിൽ ഒരു പ്രിഫറൻസ് ഷെയർ ആവാം. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫ്രഷ് ഇഷ്യൂന്റെ നേരത്തുള്ള സെബി ഗൈഡ് ലൈൻസ് വരുന്നത്. കുറച്ചും കൂടി ഉണ്ട്. Capital cost of project should be as per the standard set with a reasonable debt equity ratio. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഉണ്ടാവും, ഇക്വിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരു റീസണബിൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലായിരിക്കണം ഈ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ക്യാപിറ്റൽ കോസ്റ്റ്. അതായത് കുറച്ചും കൂടെ നല്ല ടേംസിൽ പറയുകയാണെങ്കിൽ നല്ല ലീവറേജ് ഉള്ള പ്രോജക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണ് ആ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ റീസണബിൾ ആവണം പ്രോജക്റ്റിന്റെ കോസ്റ്റ് ആയിട്ട്. അതായത് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുമ്പോൾ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിരിക്കണം, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ഒറ്റ ടേമിൽ നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേമിൽ പറയുകയാണെങ്കിൽ നല്ല ലീവറേജ് ഉള്ള
പ്രോജക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് അതൊരു ഗൈഡ് ലൈൻ ആണ്. The new company cannot issue shares at a premium. The dividend on preference shares should be within the prescribed list. അപ്പോൾ പ്രീമിയത്തിലൊന്നും ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ പ്രിഫറൻസ് ഡിവിഡൻഡ് പ്രിസ്ക്രൈബ്ഡ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലിസ്റ്റ് നമ്മൾ കൊടുക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ചെയ്യാൻ പോകുമ്പോഴുള്ള നോംസും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ സെബിക്ക് കൊടുക്കും. അപ്പോൾ അതിലൊക്കെ ഇത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റിന്റെ ഡീറ്റെയിൽസ് എന്താവണം. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ടു NRIs is not allowed without the approval of RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഇല്ലാതെ നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് ഷെയർസ് അലോട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ടു NRIs is not allowed without the prior approval of RBI. ഇനി ഡീറ്റെയിൽസ് ഓഫ് എനി ഫേം അലോട്ട്മെന്റ് ഇൻ ഫേവർ ഓഫ് എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഫേവർ ആയിട്ടാവരുത് അലോട്ട്മെന്റ് നടത്തേണ്ടത്. ഡിക്ലറേഷൻ ബൈ സെക്രട്ടറി ഓർ ഡയറക്ടർ ഓഫ് ദ കമ്പനി. കമ്പനി ഡയറക്ടറോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാകും. ഇതൊക്കെ ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോഴുള്ള ഗൈഡ് ലൈൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് സെബി ഗൈഡ് ലൈൻസ് ഫോർ ഫസ്റ്റ് ഇഷ്യൂ ബൈ ന്യൂ കമ്പനീസ് ഇൻ പ്രൈമറി മാർക്കറ്റ്. അവിടെ നമ്മൾ പറഞ്ഞത് എക്സിസ്റ്റിംഗ് കമ്പനി, ഇപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എക്സിസ്റ്റിംഗ് കമ്പനീസിന്റെ ഫ്രഷ് ഇഷ്യൂ ആയിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഫ്രഷ് ഇഷ്യൂ ബൈ ഫ്രഷ് കമ്പനീസ്. അത്തരം ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. A new company which has not completed 12 months of commercial operations will not be allowed to issue shares at a premium. അതായത് ഒരു കൊല്ലമെങ്കിലും കമൻസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കമ്പനി തുടങ്ങിയ ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു കൊല്ലെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി if an existing company with a 5-year track record of consistent profitability is promoting a new company, then it is allowed to price its issue. അതായത് കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയാണ് പുതിയൊരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പാടില്ല, അങ്ങനെയൊന്നുമില്ല. ആ കമ്പനിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഓൾറെഡി 5 years ആയിട്ട് എക്സിസ്റ്റിംഗ് കമ്പനി നല്ല പ്രോഫിറ്റബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ആ കമ്പനിയാണ് ഒരു പുതിയ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന പുതിയ കമ്പനിക്ക് അതിന്റെ ഇഷ്ടം പോലെ ഷെയറിനെ പ്രൈസ് ചെയ്യാം. ഫസ്റ്റത്തെ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ഒരു പുതിയ കമ്പനി അതിനെ മറ്റൊരു കമ്പനീസും ബാക്കപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു പുതിയ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അത് 12 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി എ ഡ്രാഫ്റ്റ് ഓഫ് പ്രോസ്പെക്ടസ് ഹാസ് ടു ബി ഗിവൻ ടു സെബി ബിഫോർ പബ്ലിക് ഇഷ്യൂ. പ്രോസ്പെക്ടസിന്റെ ഒരു ഡ്രാഫ്റ്റ് സെബിക്ക് പബ്ലിക് ഇഷ്യൂവിന് മുൻപ് കൊടുക്കണം. ഇനി the shares of new companies have to be listed either with OTCEI, over the counter exchange of India, or any other stock exchange. അതായത് ന്യൂ കമ്പനീസ് ആണെങ്കിൽ ആ കമ്പനീസ് അതിന്റെ ഷെയർസ് OTCEI, അതായത് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, അവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ന്യൂ കമ്പനി ന്യൂലി ഇഷ്യൂ ചെയ്യുന്ന നേരത്തുള്ള സെബി ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് സെബി ഗൈഡ് ലൈൻസ് ഫോർ സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണ് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് നോക്കാം. ഓക്കെ, all the companies entering the capital market should give a statement regarding fund utilization of previous issue. പ്രീവിയസ് ഇഷ്യൂവിന്റെ ഫണ്ട് യൂട്ടിലൈസേഷൻ എങ്ങനെയായിരുന്നു? അതായത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് വീണ്ടും ഇഷ്യൂ ചെയ്യുന്നിടത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന എല്ലാ കമ്പനീസും സെബിക്ക് കൊടുത്തിട്ടുണ്ടാവണം. Brokers are to satisfy capital adequacy norms so that the member firms maintain adequate capital in relation to outstanding positions. അതായത് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോസും അതിന് ബന്ധപ്പെട്ട കുറച്ച് നോംസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ബ്രോക്കേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ മെമ്പർ ഫേംസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ
The stock exchange authorities have to alter their bylaws with regard to capital adequacy norms. അപ്പോൾ ഈ capital adequacy norms നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതനുസരിച്ച് അവരുടെ bylaws alter ചെയ്തിട്ടുണ്ടാവണം. Then all the brokers should submit with SEBI their auditor accounts. അവരെ ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് സെബിയുമായിട്ട് all the brokers എല്ലാ ബ്രോക്കേഴ്സും അവരുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് സെബിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. The brokers must also disclose clearly the transaction price of securities and the commission earned by them. This will bring transparency and accountability for brokers. അതായത് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ബ്രോക്കേഴ്സ് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഒരു തരത്തിലുള്ള ഡിസ്ക്രീപ്പൻസീസോ കാര്യങ്ങളോ ഈ അക്കൗണ്ട്സിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ബ്രോക്കേഴ്സ് തന്നെയായിരിക്കും അതിൻ്റെ ഫുൾ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ബ്രോക്കേഴ്സിന് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡറി മാർക്കറ്റിലുള്ള സെബി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. The brokers must clearly mention their account details of funds belonging to clients and thereon. Margin money on certain securities has to be paid by claims so that speculative investments are prevented. ഇപ്പോൾ സ്പെക്യുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഊഹക്കച്ചവടങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ക്ലെയിംസ് വഴി ചില സെക്യൂരിറ്റീസിന്റെ മേലുള്ള മാർജിൻ മണി ക്ലെയിംസ് വഴി നമ്മൾ പേ ചെയ്യണം. അതാണ് പറയുന്നത്. മാർജിൻ മണി ഓൺ സർട്ടൻ സെക്യൂരിറ്റീസ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ക്ലെയിംസ് ആയിട്ട് വേണം പേ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെക്യുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. Then market makers are introduced for certain scripts by which brokers become responsible for the supply and demand of the securities and the price of securities is maintained. A broker cannot underwrite more than 5% of public issue. Public issue 5%-നേക്കാൾ മുകളിലായിട്ട് underwrite ചെയ്യാൻ പാടില്ല. All transactions in the market must be reported within 24 hours to SEBI. Then the brokers of Bombay and Calcutta must have a capital adequacy of 5 lakhs and for Delhi and Ahmedabad it is for 2 lakhs. അത് ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. ബോംബെ കൽക്കട്ട തുടങ്ങിയിട്ടുള്ള സ്ഥലത്ത് ബ്രോക്കേഴ്സ് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ആഡിക്വസി എന്ന് പറയുന്നത് 5 lakhsഉം ഡൽഹി അഹമ്മദാബാദ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 lakhsഉം. അത് ഓരോ നോംസ് അനുസരിച്ച് ഓരോ ഇയർ വൈസിലോ അല്ലെങ്കിൽ 5 years കൂടുമ്പോഴോ ഒക്കെ മാറാം. ഓക്കെ. Then members who are brokers have to pay security deposit and it's fixed by SEBI. Security deposit അതായത് members who are brokers എന്തെങ്കിലും ബ്രോക്കേഴ്സിന്റെ വഴി എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ they are responsible and they are accountable. ഓക്കെ, അവരാണ് അതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു റിസർവ് പോലെ അവരൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പേ ചെയ്തിട്ടുണ്ടാവണം. ആരായിട്ട്? സെബി ആയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിലുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബോണസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലത്തെ ഗൈഡ് ലൈൻസ് ആണ് പറയാൻ പോകുന്നത്. അതായത് സെബി ഗൈഡ് ലൈൻസ് ഓൺ ബോണസ് ഇഷ്യൂ. No bonus shares shall dilute other issues. The issue of bonus shares shall not be made pending conversion of fully convertible debentures or partly convertible debentures unless sufficient number of shares is reserved for allotment to the holders for the set FCDs or PCDs after conversion. അതായത് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് കൺവേർഷന് വേണ്ടിയിട്ടായിരിക്കരുത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂവിന് ഡൈല്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് ബോണസ് ഇഷ്യൂ ഉണ്ടാവേണ്ടത്. ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ബോണസ് ആയിട്ട് തന്നെ ഇഷ്യൂ ചെയ്യണം, അല്ലാതെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന രീതിയിലാവരുത് ഇഷ്യൂ നടത്തേണ്ടത്. ബോണസ് ഇഷ്യൂ ഫ്രം ഫ്രീ റിസർവ്സിൽ നിന്ന് മാത്രമേ ബോണസ് ഇഷ്യൂ നടത്താൻ പാടുള്ളൂ. ബോണസ് ഷെയർസ് can be issued only out of free reserves built out of genuine reserve profits or share premium collected in cash. അപ്പോൾ ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സിൽ നിന്നുമാണ് ബോണസ് ഇഷ്യൂ നടത്താൻ പാടുള്ളൂ. ഇനി റീവാലുവേഷൻ റിസർവ് നോട്ട് എലിജിബിൾ, അതായത് അസറ്റ്സ് റീവാല്യൂ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസർവ് ഉണ്ടല്ലോ, അതിൽ നിന്നും ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അസറ്റ് റീവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസർവ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല മീൻസ് അതിൽ നിന്ന് നമ്മൾ ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് പാടില്ല. Then issue in lieu of dividend.
ബോണസ് ഇഷ്യൂ ഡിവിഡൻഡിന്റെ പേരിൽ, അതായത് ഡിവിഡൻഡിന് പകരം ബോണസ് ഇഷ്യൂ നടത്താം, അങ്ങനെയും ചെയ്യാൻ പാടില്ല. ഇൻ ലിയു ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡിന് പകരമായിട്ട് നമുക്ക് ബോണസ് ഇഷ്യൂ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇതാണ് ബോണസ് ഇഷ്യൂ നടത്തുന്ന നേരത്തുള്ള സെബി ഗൈഡ് ലൈൻസ്. അതുപോലെ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് നോട്ട് എലിജിബിൾ. Partly paid shares, if any, will not be eligible for bonus shares. Such partly paid shares, if any, must be made fully paid before bonus issue is contemplated. അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് നമുക്ക് ഫുള്ളി പെയ്ഡ് ആക്കാനായിട്ട് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർസ് നടത്താനായിട്ട് പാടില്ല. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഫുള്ളി പെയ്ഡ് ആക്കുക, അല്ലാതെ ബോണസ് ഷെയർസ് ആയിട്ട് അതിനെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂവിന് മുൻപായിട്ട് പാർട്ട്ലി പെയ്ഡ് എല്ലാത്തിനെയും ഫുള്ളി പെയ്ഡ് ആയിട്ട് മാറ്റാൻ വേണം. ഒരു പക്ഷെ നിങ്ങളിത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ഇയറിൽ. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസിനെ ബോണസ് ഷെയർസ് ആക്കാൻ പാടില്ല. പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബോണസ് ഇഷ്യൂവിന് മുൻപ് തന്നെ അതിനെ ഫുള്ളി പെയ്ഡ് ആക്കണം. ഇനി no default of payment of interest. The issuing company shall not have defaulted in the payment of interest or principal in respect of fixed deposit or interest payment on debentures or repayment of principal on redemption of debentures. The company must be certain that it has not defaulted in respect of payment of statutory dues of employees such as contribution to provident fund, gratuity, bonus, etc. അതായത് ഒരു തരത്തിലുള്ള ഡിഫോൾട്ടും ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്യണം, അല്ലെങ്കിൽ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ, റിഡംഷന്റെ നേരത്ത് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ റീപേ ചെയ്യണം. അതും നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. സോ അത്തരം സിറ്റുവേഷൻസിൽ ഒരു തരത്തിലുള്ള ഡിഫോൾട്ടും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് bonus issue ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then time within which bonus issue shall be made. A company which announces a bonus issue after the approval of its board of directors must implement the proposal within a period of 6 months from the date of such approval. Approval കിട്ടിയ ഉടനെ, അതായത് approval കിട്ടിയതിന് ശേഷം, board of directors-ൽ നിന്ന് approval കിട്ടിയതിന് ശേഷം ഉള്ള ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ബോണസ് ഇഷ്യൂ നടത്തേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു അപ്രൂവൽ നമുക്ക് അത് ന്യൂട്രലായി, അതായത് ആവശ്യമില്ലാതായി പോകും, അത് നള്ളിഫൈ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ 6 മന്ത്സിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമുള്ള 6 മന്ത്സിനിടയിൽ തന്നെ ബോണസ് ഇഷ്യൂ നടത്തേണ്ടതുണ്ട്. ഇനി ബോണസ് പ്രപ്പോസൽ കനോട്ട് ബി വിഡ്രോ. ഒരിക്കൽ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രൊവിഷൻ ഇൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനിയിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവണം, അതായത് ബോണസ് ഇഷ്യൂവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവണം. ഇൻക്രീസ് ഇൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. Where necessary, before action on a bonus issue is taken, the company shall increase its authorized capital so as to permit proposed bonus issue. അപ്പോൾ ഈ ബോണസ് ഇഷ്യൂ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് കൂടുകയാണ്, അതുപോലെ വാല്യൂ കൂടും. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോണസ് ഇഷ്യൂവിന്റെ നേരത്തെ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ നമ്പർ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണം. ഇനി പ്രൊഹിബിഷൻ ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ബൈ റിവാലുവേഷൻ ഓഫ് അസറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസറ്റ്സ് റിവാല്യൂ ചെയ്ത് കിട്ടിയിട്ടുള്ള റിസർവ്സിൽ നിന്നും ഒരു കമ്പനിക്കും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അസറ്റ് റിവാല്യൂ ചെയ്ത് കിട്ടിയിട്ടുള്ള റിസർവ്സിൽ നിന്നും ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് പാടില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെബി ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോഴുള്ള സെബി ഗൈഡ് ലൈൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ്സ് applicability. The guidelines apply to the right issue made by existing limited companies, അതായത് companies whose equity capital is listed. Therefore, a company whose debentures or bonds are listed but not the equity will not be governed by those guidelines. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് മാത്രമേ ഈ റൈറ്റ് ഇഷ്യൂവിന് എലിജിബിൾ ആയിട്ടുള്ളൂ. ബോൺസോ ഡിബഞ്ചേഴ്സോ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇക്വിറ്റി ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം കമ്പനീസിന് റൈറ്റ് ഇഷ്യൂ നടത്താനായിട്ട് പറ്റില്ല. ഇനി വിഡ്രോവൽ ഓഫ് എ റൈറ്റ് ഇഷ്യൂ. Right issue cannot be withdrawn after the announcement of the record date. If done, then no security of the company shall be eligible for listing up to 12 months.
അതായത് ഒരിക്കൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബോണസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ മാറ്റി അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ പിന്നെ ആ കമ്പനിയുടെ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റീസും അടുത്ത ഒരു കൊല്ലത്തേക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, then underwriting of right issue shall be optional. റൈറ്റ് ഇഷ്യൂന്റെ അണ്ടർ റൈറ്റിംഗ് ഓപ്ഷണൽ ആക്കിയിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓഫ് രജിസ്ട്രാർ ടു ഇഷ്യൂ ഷാൽ ബി കമ്പൽസറി. രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആക്കിയിട്ടുണ്ട് റൈറ്റ് ഇഷ്യൂ നടത്തണമെന്നുണ്ടെങ്കിൽ കേട്ടോ. Then appointment of merchant banker. Appointment of category 1 merchant banker holding a valid certificate of registration issued by SEBI shall be compulsory. അപ്പോൾ കാറ്റഗറി 1-ൽ നിൽക്കുന്ന മെർച്ചന്റ് ബാങ്കറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവണം. എങ്ങനെയാണ്? റൈറ്റ് ഇഷ്യൂ നടത്തണമെന്നുണ്ടെങ്കിൽ. Then partly paid shares. Partly paid shares, if any, must either be made fully paid or forfeited. Partly paid shares ഉണ്ടെങ്കിൽ അതിനെ forfeit ചെയ്യുകയോ അല്ലെങ്കിൽ fully paid up ആക്കുകയോ വേണം. Okay, then letter of offer. Letter of offer shall contain disclosures specified by SEBI. See section 3 of SEBI guidelines relating to the contents of offer document. അത് നമുക്ക് ആവശ്യമില്ല. എന്തായാലും ലെറ്റർ ഓഫ് ഓഫർ, അതായത് സെബിയുടെ എല്ലാ കാര്യങ്ങളും സെബി സ്പെസിഫൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉള്ള ലെറ്റർ ഓഫ് ഓഫർ ഉണ്ടാവണം. Then agreement with depository. The company shall enter into an agreement with depository for dematerialization. Dematerialization എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലാതെ ഡിമാറ്റ് ഫോമിൽ സർട്ടിഫിക്കറ്റ്സ്, ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് നമ്മൾ dematerialization എന്നൊക്കെ പറയുന്നത്. So the company shall enter into an agreement with the depository for dematerialization of security already issued, proposed to be issued, and the subscribers or shareholders must be given an option of holding the shares in a dematerialized mode or by way of share certificate. Physical share certificates ആയിട്ട് വേണമെങ്കിൽ കയ്യിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ആയിട്ടും വെക്കാം. അതായത് നമ്മുടെ ഈ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വരുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ചോയ്സ് കൊടുക്കുകയാണ്, അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അവർക്ക് ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ, അല്ല ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് താല്പര്യമെങ്കിൽ, അതായത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ, അവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. Then closure of right issue. എങ്ങനെയാണ് റൈറ്റ് ഇഷ്യൂന്റെ ഒരു ക്ലോഷർ എന്ന് നോക്കാം. The right issue must be kept open for a minimum period of 30 days. It cannot remain open for more than 60 days. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് 30 ഡേയ്സ് വരെ, മിനിമം 30 ഡേയ്സ് വരെ നമുക്കത് കെപ്റ്റ് ഓപ്പൺ, അതെന്ത് അനൗൺസ് ചെയ്യാം. അതുപോലെ 60 ഡേയ്സിനും കൂടുതൽ പോകാനും പാടില്ല. Then minimum subscription. മിനിമം സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് SEBI requires the following clauses in respect of minimum subscription to be stated in the letter of offer. അതായത് where the company does not receive minimum subscription of 90% of the issue of entire subscription will be refunded to the applicants within 42 days from the date of closure of issue. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതിന്റെ 90% എങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ആ കിട്ടിയിടത്തോളം നമ്മൾ 42 ഡേയ്സിനുള്ളിൽ റീഫണ്ട് ചെയ്യണം. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 lakh ആണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കും. അതായത് റൈറ്റ് ഇഷ്യൂ വഴി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 1 lakh ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 90,000 എങ്കിലും നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടേണ്ടതാണ്. അപ്പോൾ 1 lakh നമ്മൾ മീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ട് 90,000 എങ്കിലും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ മേടിച്ചവർക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, കാശ് മേടിച്ചവരിൽ നിന്ന് ആ കാശ് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ 90% എങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ 42 ഡേയ്സിനുള്ളിൽ അപ്ലിക്കൻസിന് ആ ഒരു അപ്ലിക്കേഷൻ മണി നമ്മൾ റീഫണ്ട് ചെയ്തേ പറ്റൂ. If there is any delay in refund of the application money by more than 8 days after the company becomes liable to pay the amount, no reservation, to pay the amount. അതായത് അത് സെക്കൻഡ് പോയിന്റ് കയറി വന്നതാണ്. ദാറ്റ് ഈസ് ഒരു തരത്തിലുള്ള ഡിലേയും നമ്മൾ വരുത്താനായിട്ട് പാടില്ല. ഓക്കെ, അതായത് if there is any delay in the refund of application money by more than 8 days after the company becomes liable to pay, അതായത് കമ്പനി പിന്നെ
അത് പേ ചെയ്യാൻ ലയബിൾ ആണ്. 8 ദിവസത്തിനുള്ളിൽ നമ്മളത് പേ ചെയ്തിട്ടുണ്ടാവണം. ഇനി നോ റിസർവേഷൻ ഷാൽ ബി അലൗഡ് ഇൻ റൈറ്റ് ഇഷ്യൂ. ഇവിടുത്തെ റിസർവേഷൻസും അലൗഡ് അല്ല. ദെൻ പ്രൊമോട്ട്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ലോക്ക് ഇൻ പീരീഡ്. അതായത് ദ റിക്വയർമെന്റ് ഓഫ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഷാൽ നോട്ട് ബി ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് റൈറ്റ് ഇഷ്യൂ. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ വേണം എന്നുള്ളത് അത്ര വലിയ റിക്വയർമെന്റ് അല്ല, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്രയും മാൻഡേറ്ററി അല്ല. ഇനി റൈറ്റ്സ് ഓഫ് FCD ആൻഡ് PCD, അതായത് ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന്റെ ഹോൾഡേഴ്സിനുള്ള റൈറ്റ്സ് ആണ് പറയുന്നത്. നോ കമ്പനി ഷാൽ പെൻഡിംഗ് കൺവേർഷൻ ഓഫ് ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഓർ പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ എനി ഷെയർസ് ബൈ വേ ഓഫ് റൈറ്റ് unless similar benefit is extended to the holders of such FCDs and PCDs. PCDs-നും FCDs-നും നമ്മൾ സിമിലർ ആയിട്ടുള്ള ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ ഒരു തരത്തിലുള്ള റൈറ്റ് ഇഷ്യൂസും, അതായത് ഒരു കൂട്ടർക്ക് മാത്രം നമ്മൾ റൈറ്റ് ഇഷ്യൂ കൊടുത്ത് അവരെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പ്രൊമോട്ട് മീൻസ് അവരെ മാത്രം ഡെവലപ്മെന്റ്, അവർക്ക് മാത്രം ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല, ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ FCDs-നെയും PCDs-നെയും എല്ലാ തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. The benefit shall be extended by making a reservation of shares in proportion to the convertible part of FCDs and PCDs. Okay അറിയാം. ഇനി ഓവർ സബ്സ്ക്രിപ്ഷൻ നോട്ട് ടു ബി റീറ്റെയിൻഡ്. ഓവർ സബ്സ്ക്രിപ്ഷൻ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. എനി കോസ് ഓർ എനി സർക്കംസ്റ്റാൻസസ്, അറ്റ് എനി കോസ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ അലൗഡ് അല്ല, ഓവർ സബ്സ്ക്രിപ്ഷൻ പാടില്ല. ഓക്കെ, ഒപ്റ്റിമം സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ്. അതുപോലെ സോ ഇതോടുകൂടെ നമ്മുടെ ഇത് കഴിയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ളത് എക്സിസ്റ്റിംഗ് കമ്പനി ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഗൈഡ് ലൈൻസ്, ന്യൂ കമ്പനി ന്യൂലി ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഗൈഡ് ലൈൻസ്, ദെൻ സെക്കൻഡറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഗൈഡ് ലൈൻസ്, അതുപോലെ ഫ്രഷ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഇഷ്യൂസ് നടക്കുമ്പോഴുണ്ടാവും. ഇഷ്യൂ മീൻസ് ഷെയർ ഇഷ്യൂ നടക്കുമ്പോഴുള്ള ഗൈഡ് ലൈൻസ് ആണ്, സെബി ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെബിയുടെ പവേഴ്സ് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, മീനിങ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വായിക്കാം. ഇത് വരാൻ ചാൻസ് ഉള്ളതാണ്, സെബിയുടെ കാര്യം വരാൻ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, താങ്ക് യു.